നമ്മളെല്ലാവരും തന്നെ വളരെ ഭയത്തോടെ കാണുന്ന ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത്. ബ്രെയിൻ ട്യൂമറിൻ്റെ പേരിൽ ബ്രെയിൻ ട്യൂമർ എന്നാണെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് അത് തലയ്ക്കകത്ത് വരുന്ന ഏതൊരു മുഴയും ബ്രെയിൻ ട്യൂമറാണ്. പക്ഷേ രണ്ട് തരം ട്യൂമറുകളുണ്ട്. മറ്റ് ഏത് ശരീരഭാഗത്തെയും ബാധിക്കുന്ന പോലെ തന്നെ തലയ്ക്കുള്ളിൽ വരുന്ന ട്യൂമറുകളും രണ്ട് തരമുണ്ട്, ബിനൈനും മാലിഗ്നൻറ്റും. ബിനൈൻ എന്ന് വെച്ചാൽ ക്യാൻസർ അല്ലാത്തത്, മാലിഗ്നൻ്റ് എന്ന് പറയുമ്പോൾ ക്യാൻസർ ഗണത്തിൽപ്പെടുന്നത്. പക്ഷേ തലയ്ക്കുള്ളിൽ വരുന്ന ട്യൂമറിനെ സംബന്ധിച്ച് ബിനൈൻ ആണെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ കുറച്ചുകൂടി ഒരു ഗൗരവ സ്വഭാവമുള്ള ട്യൂമർ ആയിരിക്കാനാണ് സാധ്യത. കാരണം എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഭാഗത്ത്, ക്രിട്ടിക്കലായിട്ടുള്ള ഏതെങ്കിലും ഭാഗത്ത് ഈ ബിനൈൻ ട്യൂമർ പോലും അമർത്തുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ അവിടെ പ്രസൻസ് പോലും അത് സാധാരണ തലച്ചോറിൻ്റെ മറ്റ് രോഗം ബാധിക്കാത്ത ഭാഗത്തെ അമർത്തുന്നതും ഒക്കെ ഗുരുതരമായിട്ടുള്ള ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതും ക്യാൻസറിനോളം തന്നെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് എല്ലാ ട്യൂമറിൻ്റെയും കാരണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കൂടുതലും ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ തലയിൽ വരുന്ന ട്യൂമറുകൾ വരുന്നത്. പ്രത്യേകിച്ചും തലച്ചോറിനെ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്ന ആവരണത്തിൽ വരുന്ന മെനിഞ്ചിയോമ എന്ന് പറയുന്ന ട്യൂമർ, ഇതൊരു ബെനൈൻ ട്യൂമറാണ്. സാധാരണഗതിയിൽ വളരെ അപൂർവമായിട്ട് മാത്രം അത് ക്യാൻസറിൻ്റെ സ്വഭാവം കാണിക്കാറുണ്ട്. പിന്നെ ബ്രെയിനിനുള്ളിൽ വരുന്ന ട്യൂമറുകൾ പലപ്പോഴും അത് തന്നെ രണ്ട് തരമായിട്ട് നമുക്ക് തിരിക്കാം. ഒന്ന് പ്രൈമറി അല്ലെങ്കിൽ സെക്കൻഡറി. പ്രൈമറി എന്ന് പറയുമ്പോൾ തലച്ചോറിനുള്ളിൽ തന്നെ വരുന്ന ട്യൂമർ. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ശരീരഭാഗത്തു നിന്ന് പടരുന്ന രക്തത്തിലൂടെയോ മറ്റോ പടരുന്ന ട്യൂമർ. അതിന് നമ്മൾ സാധാരണ മറ്റ് ക്യാൻസറുകളിൽ പറയുന്ന മെറ്റാസ്റ്റേസിസ് എന്ന് പറയുന്ന അവസ്ഥ. തലച്ചോറിലെ ട്യൂമറുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ട്യൂമർ, പ്രത്യേകിച്ചും പ്രായമായവരിൽ തലച്ചോറിൽ വരുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ട്യൂമർ എന്ന് പറയുന്നത് ഈ മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്ന് തലച്ചോറിലേക്ക് പടരുന്ന സെക്കൻഡറീസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ട്യൂമറുകളാണ്. ബ്രെയിനിൽ വരുന്ന ട്യൂമറുകളുടെ അല്ലെങ്കിൽ തലയിൽ വരുന്ന ട്യൂമറുകളുടെ ചികിത്സയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിൻ്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് ശസ്ത്രക്രിയ തന്നെയാണ്. ബിനൈൻ ട്യൂമർ, ആദ്യം പറഞ്ഞ ബിനൈൻ ട്യൂമർ ഗണത്തിൽ പെടുന്ന മുഴകൾക്ക് ശസ്ത്രക്രിയ കൊണ്ട് തന്നെ പലപ്പോഴും പൂർണ്ണമായിട്ടും രോഗശാന്തി ലഭിക്കാറുണ്ട്. അപ്പോൾ ക്യാൻസർ ഗണത്തിൽപ്പെടുന്ന ട്യൂമറുകൾ ആണെങ്കിൽ അവയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചിലപ്പോൾ കീമോതെറാപ്പിയോ റേഡിയോ തെറാപ്പിയോ ഒക്കെ വേണ്ടി വന്നേക്കും. ഇപ്പോൾ പുതിയ പല ചികിത്സാ മാർഗങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ചെറിയ ട്യൂമറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തല തുറക്കാതെ തന്നെയുള്ള ശസ്ത്രക്രിയ, ഒരു ശസ്ത്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ശസ്ത്രക്രിയകൾ, ഇപ്പോൾ സ്റ്റീരിയോടാക്റ്റിക് റേഡിയോ സർജറി എന്നൊക്കെ പറയുന്ന സ്പെസിഫിക് ആയിട്ട് ആ ട്യൂമറിലേക്ക് മാത്രം റേഡിയേഷൻ അടിച്ചുകൊണ്ടുള്ള എന്നിട്ട് അത് കരിച്ചു കളയുന്ന രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളൊക്കെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ തലവേദന, തലകറക്കം മുതൽ ഏത് അവസ്ഥ വേണമെങ്കിലും ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളിൽ പെടുത്താവുന്നതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായിട്ട് പറയുന്നില്ല. പക്ഷേ നിരന്തരം നമുക്കൊരു പ്രത്യേക ലക്ഷണം, തലവേദനയോ കണ്ണിൽ കാഴ്ച മങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒക്കെ നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബ്രെയിൻ ട്യൂമർ പോലുള്ള രോഗങ്ങൾ സംശയിക്കേണ്ടത്. പലപ്പോഴും പലരും ഈ ചെറിയ തലവേദനയൊക്കെ വരുമ്പോൾ പോലും ഓടി ന്യൂറോളജിസ്റ്റിനെയോ ന്യൂറോ സർജനെയൊക്കെ കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അത് അനാവശ്യമായിട്ടുള്ള ഒരു അനാവശ്യമായി സ്കാനൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഒരാൾക്ക് ബ്രെയിൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതം അവസാനിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമുക്ക് നൂതനമായിട്ടുള്ള ചികിത്സാ മാർഗങ്ങളുണ്ട്, ശസ്ത്രക്രിയ മാർഗങ്ങളുണ്ട്. നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയും ക്വാളിറ്റി ഓഫ് ലൈഫും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ മാർഗങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പാനിക്കായിട്ടോ പേടിയോടെയോ കാണേണ്ട ഒരു സാഹചര്യം അല്ല എന്നുകൂടി മനസ്സിലാക്കുക.